So let us discuss about universal gate. Universal gates. NAND gate and NOR gate are called as universal gates because all other fundamental gates can be constructed using NAND gate and also using NOR gate. That means just by using NAND gate only you can construct AND gate, you can construct OR gate and you can construct NOT gate. Similarly, NOR gate മാത്രം യൂസ് ചെയ്തിട്ട് നാൻഡും ഓറും നോട്ടും ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് therefore we call NAND gate and NOR gate as universal gate. Okay, so first we will discuss about how to construct other basic gates using NAND gate only. So first NAND gate മാത്രം യൂസ് ചെയ്തിട്ട് ബാക്കി ഗേറ്റ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നോട്ട് ഗേറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. സോ ഞാനൊരു നാൻഡ് ഗേറ്റ് കൺസിഡർ ചെയ്തു. ഈ നാൻഡ് ഗേറ്റിൻ്റെ രണ്ട് ഇൻപുട്ടും കൂടെ ഒന്നിച്ച് ക്ലബ് ചെയ്യുക, ഒരു സിംഗിൾ ഇൻപുട്ട് നാൻഡ് ഗേറ്റ് ആക്കി മാറ്റുക. Now if you give an input A here, you will get A complement here. How? Suppose this input is A, then ഞാനൊന്ന് ഇവിടെ ഒന്ന് മാറ്റി വരയ്ക്കാം. സോ നമുക്ക് ഇങ്ങനെയുള്ളത് നാൻഡ് ഗേറ്റ്. So this is the output. Yeah, so one of the input is A, other input suppose B ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് വരിക A into B whole complement ആണ്. Okay, now here since രണ്ട് ഇൻപുട്ട് നമ്മളിവിടെ വരുന്ന സിംഗിൾ ഇൻപുട്ട് രണ്ടിനെയും കൂടെ ക്ലബ് സിംഗിളിനെ നമ്മളിവിടെ രണ്ടായിട്ട് മാറിയത്, അതുകൊണ്ട് അതർ ഇൻപുട്ടും എന്തായിരിക്കും, ഈ ബി എന്തായിരിക്കും, എ തന്നെ ആയിരിക്കും. അപ്പോൾ രണ്ടും എ ആണ്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്ത് വരും, എ ഇൻറ്റു എ ഹോൾ കോംപ്ലിമെൻറ്റ്. Now what is a into a? Actually a into a is equal to a. നമുക്ക് a into a is always a because a can have values 1 and or 1 അല്ലെങ്കിൽ 0 ആയിരിക്കും വാല്യൂ ഉണ്ടാവുക. സപ്പോസ് എന്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും, a into 1 is equal to a വരും. Now one of ഇതിന്റെ വാല്യൂ 0 ആണെങ്കിൽ a into 0 is equal to 0. അപ്പോൾ എൻ്റെ വാല്യൂ എന്താണോ, എൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ആൾവേസ് ഇവിടെ 0, എയും 0 ആണെങ്കിൽ 0 into 0 ആൾവേസ് 0 ആയിരിക്കും. എൻ്റെ വാല്യൂ 1 ആണെങ്കിൽ 1 into 1 നമുക്ക് 1 കിട്ടും. സോ എൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്, എൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്. സോ ദാറ്റ് മീൻസ് എ ഇൻറ്റു എ ഈസ് ആൾവേസ് എ. സോ ഇവിടെ എ ഇൻറ്റു എ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കോംപ്ലിമെൻറ്റ് എ കോംപ്ലിമെൻ്റ് ആവും. സോ ദാറ്റ് മീൻസ് ഇൻപുട്ടിൽ നമുക്ക് എപ്പോഴും കോംപ്ലിമെൻറ്റ്, അവിടെ ഇൻപുട്ടിൽ എ ആണെങ്കിൽ ഔട്ട്പുട്ടിൽ നമുക്ക് എ കോംപ്ലിമെൻറ്റ് കിട്ടും. സോ ഒരു നാൻഡ് ഗേറ്റിൻ്റെ രണ്ട് ഇൻപുട്ടും കൂടെ സിംഗിൾ ഇൻപുട്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നോട്ട് ഗേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നൗ നമുക്ക് നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഗേറ്റ്സ് ചെയ്യണം. സോ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് നാൻഡ് ഗേറ്റ് കൺസിഡർ ചെയ്തു. ഈ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ നോട്ട് ഗേറ്റ്, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ നോട്ട് ഗേറ്റ് കൊടുക്കുക. സോ ഇവിടെ ഞാൻ എയും ബിയും ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എ ഇൻറ്റു ബി ഹോൾ കോംപ്ലിമെൻ്റ് ആയിരിക്കും വരിക. എന്നാൽ ഇവിടെ വീണ്ടും ഒരു നോട്ട് ഗേറ്റ് വരും. സോ എ ഇൻറ്റു ബി ഹോൾ കോംപ്ലിമെൻ്റ് വരും. ഡബിൾ കോംപ്ലിമെൻ്റ്, വണ്ണിനെ നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ 0 ആവും. ദെൻ അഗെയിൻ ഇതിനെ കോംപ്ലിമെൻ്റ് ചെയ്താൽ 1 തന്നെ ആവും. സോ ഡബിൾ കോംപ്ലിമെൻ്റ് ചെയ്താൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തേക്ക് തിരിച്ചെത്തും. So എന്റെ കോംപ്ലിമെന്റ് is a complement but a double complement will be equal to a. So this will be a into b whole double complement will be equal to a into b. So using NAND gate, using two NAND gates we have constructed an AND gate. So ഇങ്ങനെയാണ് നമ്മൾ NAND gate യൂസ് ചെയ്തിട്ട് ഒരു AND gate കൺസ്ട്രക്ട് ചെയ്യുക. Let us make an OR gate using NAND gates only. സോ അപ്പോൾ ഞാൻ ചെയ്യുന്നത് ആദ്യം ഒരു നോട്ട് ഗേറ്റ് നാൻഡ് ഗേറ്റ് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്തു. സോ ദിസ് ഈസ് എ നോട്ട് ഗേറ്റ്. നൗ സിമിലർലി അനദർ നോട്ട് ഗേറ്റ് ഞാൻ കൺസ്ട്രക്ട് ചെയ്യാണ്. ഇത് രണ്ടും കൂടെ ഞാനൊരു നാൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുക. സോ ദിസ് ഈസ് എ നാൻഡ് ഗേറ്റ്. ഇപ്പോഴത്തെ ഔട്ട്പുട്ട് എന്താ നമുക്ക് നോക്കാം. ഇപ്പോൾ എ ബി ആണ് എൻ്റെ ഇൻപുട്ട്. ഈ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എ കോംപ്ലിമെൻ്റ് വരും. സെക്കൻഡ് നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ബി കോംപ്ലിമെൻ്റ് വരും. നൗ
if you have an ordinary NAND gate and one of the input is B, other input is B, your output will be A into B whole complement. Now ഈ കേസിൽ നമുക്ക് ഇവിടെ വൺ ഓഫ് ദി ഇൻപുട്ട് എ കോംപ്ലിമെന്റ് ആണ് വരുന്നത്, അതർ ഇൻപുട്ട് ബി കോംപ്ലിമെന്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്ത് വരും? എ കോംപ്ലിമെന്റ് ഇൻറ്റു ബി കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് വരും. Now we have De Morgan's theorem. According to De Morgan's theorem, a plus b whole complement is equal to a complement plus b complement. Now here we have a complement into b complement whole complement. So this will be equal to a double complement plus b double complement, and a double complement is a, b double complement is b. So this output will be a plus b, and a plus b is OR gate output. So using NAND gates only we have constructed a OR gate. So this circuit will act as a OR gate. Okay. Now similar algebra നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് OR gate, നമ്മൾ OR gate നമ്മൾ NOR gate മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഈ കേസുകൾ ചെയ്യാം എന്നുള്ളതാണ്. So first I am going to construct a NOT gate using NOR gate only. Okay. So ഞാനൊരു NOR gate ഒരു NOR gate എടുക്കുകയാണ്. So this is a NOR gate. ഈ NOR gate രണ്ട് ഇൻപുട്ടോടെ ഞാൻ ക്ലബ് ചെയ്തു. Now this will act as a NOT gate. Suppose this input is A, then you have A here, and for OR gate എന്തായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് A plus A. NOR ഗേറ്റിന്റെ കേസിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ത് വരും? A plus A whole complement വരും, and A plus A whole complement is equal to, so we have A plus A. What is A plus A? A plus A will be always equal to A. A 1 ആണെന്നുണ്ടെങ്കിൽ A plus 1 നമുക്ക് എന്ത് വരും? A over 1 ആണ്. അത് A plus 1 നമുക്ക് 1 ആണ് കിട്ടുക. 1 എന്ന് പറഞ്ഞാൽ Aന്റെ വാല്യൂ. ഇനി A plus 0 ആണെങ്കിൽ അത് കൺസിഡർ ചെയ്യുമ്പോൾ Aന്റെ വാല്യൂ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആവും. Aന്റെ വാല്യൂ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആവും. സോ A plus A ആൾവേസ് A ആയിരിക്കും വരിക. സോ ദാറ്റ് മീൻസ് A plus A വരികയാണെങ്കിൽ A കോംപ്ലിമെന്റ് വരും, A plus A ഹോൾ കോംപ്ലിമെന്റ്. സോ ഇതൊരു NOR ഗേറ്റ് ആയിട്ട്, NOR ഗേറ്റിനെ നമ്മൾ രണ്ട് ഇൻപുട്ട് കൂടി ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു NOT ഗേറ്റ് ആയിട്ട് മാറും. ഓക്കെ. ഇനി നമുക്ക് NOR ഗേറ്റ് യൂസ് ചെയ്തിട്ട് OR ഗേറ്റ് എങ്ങനെ ഉണ്ടാക്കാം? NOR ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ നമ്മൾ NOT ഗേറ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഒരു NOR ഗേറ്റ് വരയ്ക്കണം. So suppose this is my NOR gate. NOR ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? NOT ഗേറ്റ് ആഡ് ചെയ്യണം. സോ NOT ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. സോ ദാറ്റ് NOT ഗേറ്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാൻ പോവാണ്. So that will be, ഞാനിവിടെ I have to have a NOR gate here. Yeah. So now this is input A and you have another input B, and this output will be, ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? A or B whole complement. Now this ഒന്നുകൂടി കോംപ്ലിമെന്റ് ചെയ്യും. So A or B whole complement. ഈ ഡബിൾ കോംപ്ലിമെന്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് A or B കിട്ടും. So this circuit will act as an OR gate. Okay. Now let us discuss about how to construct a AND gate using only NOR gate. Just NOR gate മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെ AND gate ഉണ്ടാക്കാം? AND using NOR gate. So നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെയാണ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ഒരു NOR gate കൺസിഡർ ചെയ്തു. Now another NOR gate കൺസിഡർ ചെയ്തു. ഈ രണ്ട് NOR ഗേറ്റും കൂടെ ഒരു സിംഗിൾ അനദർ ഒരു 2 ഇൻപുട്ട് NOR ഗേറ്റിലേക്ക് കൊണ്ടുപോയി കൊടുത്തു. ഇനി ഞാൻ ഇവിടെ സിംഗിൾ ഇൻപുട്ട് NOT ഗേറ്റ് ആണ് എനിക്ക് വേണ്ടത്. അഗൈൻ അനദർ NOT ഗേറ്റ്, വൺ ഓഫ് ദി ഇൻപുട്ട് A കൊടുത്തു, അതർ ഇൻപുട്ട് B കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ A കോംപ്ലിമെന്റ് ആയി, ഇവിടെ നിങ്ങൾക്ക് B കോംപ്ലിമെന്റ് ആയി. സോ ഇതൊരു NOR ഗേറ്റ് ആയതുകൊണ്ട് തന്നെ ഓർഡിനറി NOR ഗേറ്റിന്റെ കേസിൽ if you have an ordinary NOR gate, if one of the input is A and other input is B, your output will be A or B whole complement. So this will be A complement plus B complement whole complement. Yeah, so this will be equal to, നമ്മൾ De Morgan's theorem apply ചെയ്യണം. Now what is De Morgan's theorem? A plus B whole complement is equal to A complement into B complement. And in this case our De Morgan's theorem അങ്ങനെ വരും. ഇവിടെ ഉള്ളൊരു കോംപ്ലിമെന്റ് ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ A കോംപ്ലിമെന്റ് ആണ്, അതർ കേസ് B കോംപ്ലിമെന്റ് ആണ്.
അപ്പോൾ ഈ കേസിൽ എക്കും ബിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്നത് എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ആണ്. സോ എ ഡബിൾ കോംപ്ലിമെന്റ് പ്ലസ് ബി ഡബിൾ ഇൻറ്റു ബി ഡബിൾ കോംപ്ലിമെന്റ് എന്ന് വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എ ഇൻറ്റു ബി ആൻഡ് ദിസ് ഈസ് എ നാൻഡ് ഗേറ്റ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നോർ ഗേറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് ആൻഡ് ഗേറ്റ് ഉണ്ടാക്കി. സോ ഇവിടെ നോർ ഗേറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നോർ ഗേറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് ഫണ്ടമെന്റൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആയ ആൻഡ്, ഓർ, നോട്ട്, അതുപോലെ നാൻഡ് മാത്രം യൂസ് ചെയ്തും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സിംഗിൾ ഒരു നോർ ഗേറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ എല്ലാ ബേസിക് ആൾജിബ്രയും എല്ലാ ഡിജിറ്റൽ സർക്യൂട്ടും നോർ മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് വൈ ദേ ആർ സെഡ് ടു ബി യൂണിവേഴ്സൽ ഗേറ്റ്സ്.